നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാപാരി ഹർത്താൽ പൂർണ്ണം, കടകൾ അടഞ്ഞുകിടന്നു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ മീൻ ഷെഡുകൾ കത്തിനശിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങി. 5 വർഷം കൊണ്ട് കേരളം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടിയതായി മന്ത്രി KC ജോസഫ്. ഇനിയും വളർച്ച കൈവരിക്കുമെന്ന് മന്ത്രി. സഹകരണ രംഗത്തെ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കാൻ ജീവനക്കാർ രംഗത്തിറങ്ങണമെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ കൈകോർക്കണമെന്നും പാച്ചേനി. മാനേജ്മെന്റ് പീഡനത്തിനെതിരെ പരാതിയുമായി അൺഎയ്ഡഡ് അധ്യാപികമാർ വനിതാ കമ്മീഷന് മുന്നിൽ. അദാലത്തിൽ 23 കേസുകൾ തീർപ്പായി. വാർത്തകൾ വിശദമായി. വ്യാപാരി ഹർത്താൽ പൂർണ്ണം. സർക്കാരിന്റെ വ്യാപാരി ദ്രോഹ നിലപാടിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് ഹർത്താലിന് ആഹ്വാനം നൽകിയത്. സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ഹോട്ടലുകളും കടകളും മാത്രമാണ് തുറന്നത്. കാസർഗോഡ് നഗരത്തിലെ മിക്ക കടകളും അടഞ്ഞുകിടന്നു. ഉൾപ്രദേശങ്ങളിലെ കടകൾ തുറന്നിട്ടുവെങ്കിലും ജനങ്ങൾ നന്നേ കുറവായിരുന്നു. മീൻ വിൽപ്പന ഷെഡുകൾ കത്തി നശിച്ച നിലയിൽ. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലാണ് സംഭവം. മീൻ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെഡിനാണ് തീപിടിച്ചത്. കുഞ്ചത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഷെഡിനായിരുന്നു തീപിടുത്തം. മീൻ വിൽപ്പന നടത്തുന്ന കണ്ണുതീർത്ത സ്വദേശിയായ നയന, തുമനാട് സ്വദേശി സുജാത എന്നിവരുടെ ഫ്രിഡ്ജ്, ബാസ്ക്കറ്റ്, ത്രാസ്, മീൻവെട്ടികളടക്കം 30,000 രൂപയുടെ സാധനങ്ങളാണ് കത്തിനശിച്ചത്. അതേസമയം ഗുഡ്ഡഗേരി സലീം എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കടയിലും തീപിടുത്തമുണ്ടായി. തീപിടുത്തത്തിൽ മഞ്ചേശ്വരം പഞ്ചായത്ത് മെമ്പർക്ക് പങ്കുള്ളതായി നാട്ടുകാർ സംശയിക്കുന്നു. പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ് 2 ദിവസം മുമ്പ് ഇവിടെ പ്രത്യേക ഷെഡ് സ്ഥാപിച്ചിരുന്നു. ഇത് നീക്കം ചെയ്യാൻ പറഞ്ഞതായും നീക്കിയില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മീൻ വിൽപ്പനക്കാരിയായ നയന KC ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളുണ്ടല്ലേ ഇവിടെ 8 മണി ചാവളം ഞങ്ങൾ മീൻ വിറ്റോണം. ഞാൻ എപ്പോഴും 8 മണി ചാവളം ഞങ്ങൾ വിൽക്കുന്നു. വിറ്റോണ്ടിരിക്കുമ്പോൾ അവൻ വന്നിട്ട് ഗഫൂർ വന്നിട്ട് ഇവിടെ ഈ മെമ്പറിൻ്റെ ഇവിടുത്തെ മെമ്പറിൻ്റെ ഹസ്ബൻഡ് അവൻ വന്നിട്ട് ഞങ്ങളിൽ ചെല്ലാം, നിങ്ങൾ ഇതിനെല്ലാം എടുക്കണം, ഈ ഷെഡിനെല്ലാം എടുക്കണം, എടുത്തിനെങ്കിൽ ഞാൻ എൻ്റെ ആളെ കൊണ്ട് അതിനെ കത്തിക്കുന്നതാണ്. അവരിലെല്ലാം എല്ലാ ബോക്സ് അത് ഇതെല്ലാം വലിച്ചിട്ട് ഞാൻ കത്തിക്കോ, നിങ്ങൾ എടുത്തില്ലെങ്കിൽ. അപ്പം ഞങ്ങൾ ചെല്ലാം നമുക്ക് ഒരു മാർക്കറ്റാക്കി എടുത്താൽ ഞങ്ങൾ അതിൻ്റെ പിന്നെ എടുക്കുന്നത്, നിങ്ങൾ കത്തിക്കുന്നത് ഞങ്ങളെല്ലാം എടുക്കുന്നോന്നു. അതിൻ്റെ പിന്നെ മാർക്കറ്റ് എടുക്കുന്ന എല്ലാം കൂടങ്ങടെ എല്ലാം എടുക്കണം ചെല്ലാം. നമ്മൾ അപ്പുറത്തുള്ള എല്ലാം കൂടെ അതിന് പത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ചെല്ലാം മാർക്കറ്റാണ്. നിങ്ങൾ തത്കാലത്തിന് കൂടെ തന്നെ ഇരിക്കി എന്തിതാക്കണ്ട തണ്ണിനെല്ലാം അപ്പുറത്തൊക്കെ തൂയി ഞങ്ങൾ എല്ലാം എത്ര ക്ലീൻ ആക്കിയിട്ട് വെച്ചോണം. അവൻ ചെല്ല് മാത്രം നേര് അതിനെല്ലാം എടുത്തിട്ട് ഞാൻ കത്തിക്കുന്നതാണ്. അൺഎയ്ഡഡ് മാനേജ്മെന്റ് പീഡനത്തിനെതിരെ പരാതിയുമായി അധ്യാപികമാർ വനിതാ കമ്മീഷന്റെ മുന്നിൽ. കലക്ടറേറ്റിലാണ് സിറ്റിംഗ് നടന്നത്. തങ്ങളുടെ പരാതികളും പരിഭവമായിട്ടായിരുന്നു അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപികമാർ വനിതാ കമ്മീഷന്റെ മുന്നിൽ എത്തിയത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബീന റഷീദ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിലാണ് അധ്യാപികമാർ മാനേജ്മെന്റിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. അധ്യാപികമാരെ അകാരണമായി പിരിച്ചുവിടുക, ശമ്പളം തടഞ്ഞുവെക്കുക, പ്രവൃത്തി പരിചയ സാക്ഷ്യപത്രം അനുവദിക്കാതിരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് പരാതികൾ കൂടുതലായി ലഭിക്കുന്നതായി അഡ്വക്കേറ്റ് നൂർബീന റഷീദ് പറഞ്ഞു. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയും അതിക്രമങ്ങൾ നടന്നുവരികയാണ്. സ്കൂളുകളിൽ കലാലയ ജ്യോതി എന്ന പരിപാടി വനിതാ കമ്മീഷൻ ആരംഭിച്ചിട്ട് അതുവഴി കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സോഷ്യൽ മീഡിയകളിലെ ചതിക്കുഴികളെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കാനും സാധിക്കുമെന്നും അവർ പറഞ്ഞു. സിറ്റിംഗിൽ പരിഗണിച്ച 65 കേസുകളിൽ 23 കേസുകൾ തീർപ്പാക്കി. 17 പോലീസ് മുഖാന്തരവും 5 RDOയോടും റിപ്പോർട്ട് തേടി. അഡ്വക്കേറ്റ് അനിൽ റാണി, വുമൻസ് സർക്കിൾ ഇൻസ്പെക്ടർ സാലി ജോസഫ് തുടങ്ങിയവരും പങ്കെടുത്തു. 5 വർഷം കൊണ്ട് കേരളം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചതായി മന്ത്രി KC ജോസഫ്. മിൽമയുടെ രജത ജൂബിലിയുടെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം പാലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. 2016 അവസാനത്തോടെ പാലിനായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കാനാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലിന്റെ ഗുണനിലവാര തകർച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ പശ്ചാത്തലത്തിലാണ് നമ്മളെ ഇച്ഛാശക്തിയോടുകൂടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ പോകണമെന്ന് മുഖ്യമന്ത്രി 5 വർഷം മുമ്പ് ഈ പദ്ധതി തുടങ്ങുമ്പോൾ പറഞ്ഞു. പാലിന്റെ മേഖലയിൽ കേരളത്തിന് സ്വയം പര്യാപ്തത ഉണ്ടാകണം. കഴിഞ്ഞ 5 കൊല്ലക്കാലം നടത്തിയ വളരെ സജീവമായ പരിശ്രമങ്ങൾ നിങ്ങൾക്കറിയാം.
കേരളത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ 3 തവണ പാലിന്റെ വില വർദ്ധിപ്പിച്ചു. 13 രൂപയാണ് വർധനവ് വരുത്തിയത്. ചടങ്ങിൽ മിൽമയുടെ കോക്കനട്ട് ഐസ്ക്രീം വിപണിയിൽ ഇറക്കിയുണ്ടായി. വനിതകൾക്കുള്ള ഐസ്ക്രീം കനോപ്പി വാഹനങ്ങളുടെ താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. ജില്ലയിലെ ആദ്യകാല ക്ഷീരസംഘം ഡയറക്ടർമാരെയും ക്ഷീര കർഷകരെയും സംഘം ജീവനക്കാരെയും സംഘം പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു. AV രജീഷ് കുമാർ, R തങ്കൻ, M ജ്യോതിഷ്നാഥ്, ഡോക്ടർ VPP മുസ്തഫ, യമുന രാഘവൻ, അഡ്വക്കേറ്റ് ശ്രീ കെ ശ്രീധരൻ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അഡ്വക്കേറ്റ് P രാജേഷ് കുമാർ, K ദാമോദരൻ നായർ, PG ദേവ്, PM രാജൻ, C യൂസഫ് ഹാജി, T കുഞ്ഞുണ്ണി, ജെസി ടോം തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ രംഗത്തെ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കാൻ ജീവനക്കാർ രംഗത്തിറങ്ങണമെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി പറഞ്ഞു. ചെറുവത്തൂരിൽ കേരള കോഓപ്പറേറ്റീവ് ഫ്രണ്ട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ പാച്ചേനി. ബാങ്കുകൾ സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്തൊരു കാലഘട്ടത്തിൽ ബാങ്കുകൾ കൊണ്ട് സാധാരണ ജനങ്ങൾക്കോ കർഷകർക്കോ തൊഴിലില്ലാത്തവർക്കോ പാവപ്പെട്ടവർക്കോ യാതൊരു ആശ്വാസവും നൽകാത്ത ഒരു കാലഘട്ടത്തിൽ ഗ്രാമീണ ബാങ്കുകൾ തുടങ്ങാനുള്ള ശക്തമായ തീരുമാനമെടുത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് എന്ന് നമുക്കെല്ലാവർക്കും. അതിന്റെ ചുവടുപിടിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ സമ്പന്നർക്ക് മാത്രം അവർ കൈയടക്കി വെച്ചിരുന്ന 14 ദേശസാൽകൃത ബാങ്കുകൾ ദേശസാൽക്കരിച്ചുകൊണ്ടുള്ള ശക്തമായ തീരുമാനങ്ങളെടുത്തത്. മുതലാളിത്ത രാജ്യങ്ങളിൽ ധനകാര്യ സ്ഥാപനങ്ങൾ തകരുമ്പോൾ നമ്മുടെ രാജ്യത്തും വിശേഷിച്ച് നമ്മുടെ സംസ്ഥാനത്തും ധനകാര്യ സ്ഥാപനങ്ങൾ തകരാതിരിക്കുന്നതും അവർ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്നതും ഇതുപോലുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം നടത്തുവാൻ സാധിച്ചതുമില്ല. ചടങ്ങിൽ കൊപ്പൽ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PK രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവൻ, വൈസ് പ്രസിഡന്റ് PK വിനയകുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അനുമോദന പ്രസംഗം നടത്തി. ജില്ലാ ബാങ്ക് പ്രസിഡന്റ് PC രാമൻ ഉപഹാര സമർപ്പണം നടത്തി. AK ദിവാകരനുള്ള യാത്രയപ്പും ഇതോടൊപ്പം നടന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റ് PK വിനയകുമാർ വിതരണം ചെയ്തു. M അസ്നാർ, ശ്രീധരൻ കാരക്കോട്, KV മോഹനകുമാർ, PK പ്രകാശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തി വിതരണം ചെയ്യണമെന്ന ആവശ്യം KSKTU വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വിവിധ ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു KSKTU മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കുഞ്ചത്തൂരിൽ നടന്ന പരിപാടി അബ്ദുൾ റസാഖ് ചീപ്പാർ ഉദ്ഘാടനം ചെയ്തു. ಅಲ್ಪ ವರ್ಷಕ್ಕೆ ಇಲಾಖೆ ಕೆಲಸ ಮಾಡ್ತಾರೆ ಆಪಿನ ಸಾಧಾರಣ ಗೌರ್ಮೆಂಟ್ ಕೆಲಸಕ್ಕೆ ಬಾಕಿ ಇತರ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಕೈ ಮಾತ್ರ ಪೆನ್ಷನ್ ಹಾಕಿ ಇಲ್ಲದೆ ಎಷ್ಟೇ ರೀತಿಯಲ್ಲಿ ಪೆನ್ಷನ್ ತಿಕ್ಕೊಂಡು അപ്പോൾ 1,000 ರೂಪಾಯಿ ಅಲ್ಲ ಈ ಕರ್ಷಕ തൊഴിലാളി പെൻഷൻ ತಿಕ್ಕೊಡೋದು ಬಂದದ KSKTU ನಿರಂತರವಾದ ಸಮರ ಮಾಡ್ಕೊಂಡಲ್ಲ ಇದೆ 1987 40 ರೂಪಾಯಿ ಇದೆ ಶುರುವಾಯಿದ ಪೆನ್ಷನ್ ಇತ್ತು 400-500 ರೂಪಾಯಿ ಮತ್ತೆ ಎತ್ತುದುಂಡಲ್ಲ 1,000 ರೂಪಾಯಿ ತಿಕ್ಕಿದ ಈ ಕಟ್ಟಡು ಒಂಜಿ ಇಂದುಲ ಮಾಡ್ತಾರೆ. യോഗേഷ് കുഞ്ചത്തൂർ, ബാലപ്പ, K കണ്ണൻ നായർ, E രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ നയിക്കുന്ന മാനവിക ഐക്യ സന്ദേശ യാത്ര 19-ന് പ്രയാണം ആരംഭിക്കും. കുമ്പളയിൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യും. ഭയരഹിത സമൂഹത്തിന് യുവതയുടെ കാവൽ എന്ന മുദ്രാവാക്യവുമായാണ് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂരിന്റെ നേതൃത്വത്തിൽ മാനവിക ഐക്യ സന്ദേശ യാത്ര സംഘടിപ്പിക്കുന്നത്. പരിപാടി ഫെബ്രുവരി 19 വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് കുമ്പളയിൽ ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യും. ജനതാദൾ യു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ജാവേദ് റാസ മുഖ്യ അതിഥിയായിരിക്കും. ജനതാദൾ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് P കോരൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ്, ഷേഖ് P ഹാരിസ്, ചാറുപാറ രവി തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ നയിക്കുന്ന മാനവിക ഐക്യ സന്ദേശ യാത്ര ഫെബ്രുവരി 19 വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് കുമ്പളയിൽ വെച്ച് ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ ജാഥാരീകർക്ക് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. ജനതാദൾ യു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ജാവേദ് റാസ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ യുവജനതാദൾ സംസ്ഥാന സെക്രട്ടറി NK അനിൽകുമാർ, ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ AK ശങ്കരൻ, യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി മുഗ്രാൽ, സ്വാഗത സംഘം കൺവീനർ അഹമ്മദ് അലി കുമ്പള, വൈസ് ചെയർമാൻ സിദ്ദീഖ് റഹ്മാൻ കുമ്പള തുടങ്ങിയവർ പങ്കെടുത്തു. ONV അനുസ്മരണം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ONV അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നാരായണൻ പേരിയ ഉദ്ഘാടനം ചെയ്തു. ശബ്ദം
മുഴങ്ങി അതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് നമ്മുടെ ഈ അനുസ്മരണ പരിപാടി ഇവിടെ നടക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് ഓർത്തുപോയത്. അത് മാത്രമല്ല, പലതവണ അദ്ദേഹം ഈ കാസർഗോഡ് പോയിട്ടുണ്ട്. ഇവിടെ പല മോഡലിലും അദ്ദേഹം കവിത ചൊല്ലിക്കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ ടൗൺ UP സ്കൂളിലെ മോഡലിൽ അദ്ദേഹം കവിത ചൊല്ലി പ്രസംഗിച്ചിട്ടുണ്ട്. അംബുജാക്ഷൻ മാസ്റ്റർ ONVയുടെ ഗാനങ്ങൾ ആലപിച്ചു. ചടങ്ങിൽ പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ ചെറുക്കള, VV പ്രഭാകരൻ, AS മുഹമ്മദ് കുഞ്ഞി, വിനോദ് കുമാർ പെരുമ്പള, E ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് ജയരാജൻ, CL ഹമീദ്, അഷ്റഫ് അലി ചെരങ്കൈ, വത്സൻ മാസ്റ്റർ, KH മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീറിന് പ്രസ് ക്ലബിന്റെ യാത്രയയപ്പ് പ്രസ് ക്ലബ്ബ് ഹാളിലായിരുന്നു പരിപാടി. കാസർഗോഡിന്റെ സ്നേഹവും ഇഷ്ടവും വേണ്ടുവോളം സമ്പാദിച്ചുകൊണ്ടാണ് കളക്ടർ കാസർഗോഡിനോട് വിട പറയുന്നതെന്ന് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡിന് വേണ്ടി ഒരുപാട് നന്മകളും വികസനങ്ങളും കൊണ്ടുവരാൻ പ്രയത്നിച്ച കളക്ടറായിരുന്നു അദ്ദേഹമെന്നും അവർ അനുസ്മരിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. KUWJ സംസ്ഥാന ട്രഷറർ MO വർഗീസ് കളക്ടർക്ക് ഉപഹാരം സമർപ്പിച്ചു. ഞാൻ എല്ലാവരുമായിട്ടും വളരെ അടുത്ത് കുറേ തമാശ പറഞ്ഞിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഉള്ള സമയം നല്ല സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടെ. ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളും അസ്വസ്ഥരാകും. കുറച്ച് നമ്മുടെ മനസ്സിലുണ്ടാവും ആ വിഷമം. നമ്മൾ ആരുമായിട്ടെങ്കിലും അസുഖകരമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ സബോർഡിനേറ്റ്സ് ആയാലും ആരോടായാലും അതുകൊണ്ട് തന്നെ പരമാവധി ഞാനത് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇൻഫർമേഷൻ ഓഫീസർ KD ശേഖർ, രവീന്ദ്രൻ രാവണേശ്വരം, വേണുഗോപാല, വിനോദ് പായം, VV പ്രഭാകരൻ തുടങ്ങിയവരും സംസാരിച്ചു. പഞ്ചായത്ത് തല ഗണിതമേള സംഘടിപ്പിച്ചു. കുഡ്ലു GLP സ്കൂളിലായിരുന്നു മേള സംഘടിപ്പിച്ചത്. കുഡ്ലു ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് AEO രവീന്ദ്രനാഥ റാവു ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. മുഹമ്മദ് സാലി, ചന്ദ്രപണിക്കർ, റോജ K, ലത CK തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സർക്കാരുകൾ തുടർന്നു വരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് KSFE ഓഫീസേഴ്സ് യൂണിയൻ. നീലേശ്വരത്ത് നടന്ന യൂണിയൻ സമ്മേളനത്തിലാണ് ഈ ആഹ്വാനം. തൊഴിൽ നിയമ ഭേദഗതികളിലൂടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പടിപടിയായി നിർത്തലാക്കുകയും വർഗീയ വികാരം ആളിക്കത്തിച്ച് മതനിരപേക്ഷതയെ തകർക്കുകയും അഴിമതിയും ധൂർത്തും ജനാധിപത്യ ഭരണ സംവിധാനത്തെ കളങ്കപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതെന്ന് സമ്മേളനം വിലയിരുത്തി. നീലേശ്വരം വ്യാപാര ഭവനിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമ്മേളനം ചേരുന്ന ഈ കാലഘട്ടത്തിന് ഒട്ടേറെ പ്രാധാന്യമുണ്ട്. ആ കാര്യങ്ങൾ സംബന്ധിച്ച് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മൾ ഈ സമ്മേളനം ചേരുമ്പോൾ ലോകത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കെല്ലാം ലോകത്തെ മുതലാളിത്ത രാജ്യങ്ങളിൽ സാമ്പത്തികമായിട്ട് ഏറെ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് H കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി G തോമസ് പണിക്കർ, V ചന്ദ്രൻ, K മാധവൻ, A പവിത്രൻ, EV മനോജ് എന്നിവർ സംസാരിച്ചു. KK രവി സ്വാഗതവും P വേലായുധൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടന്നു. മീൻ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയും ഭാരതീയ മത്സ്യപ്രവർത്തക സംഘവും നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ആവശ്യത്തിന് ശുദ്ധജലമോ ശൗചാലയങ്ങളോ മീൻ മാർക്കറ്റിൽ ഇല്ല. മലിനജലം ഒഴുകിപ്പോകാതെ ഓടകളിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകുന്നു. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു BJPയുടെയും BMSന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കടലിന്റെ മക്കളാണ്. കടലിന്റെ സ്വഭാവം അറിയാലോ. നമുക്കറിയാം, സുനാമികളുടെ രാക്ഷസ തിരമാലകൾ കയറിയപ്പോ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഞങ്ങള് കടലമ്മയുടെ മക്കള് ഭൂമിയോളം ക്ഷമിക്കും. ക്ഷമ വിട്ടാൽ സുനാമിയുടെ രാക്ഷസ തിരമാലകൾ പോലെ ഞങ്ങൾ അങ്ങ് കയറും. അത് തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. ഇവിടെ മത്സ്യ മാർക്കറ്റിന്റെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. തുടക്കം മുതൽ
ഈ മാർക്കറ്റിന്റെ തറക്കല്ലിടുന്നത് മുതൽ ഇതിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച പ്രസ്ഥാനങ്ങളാണ് ഈ മാർച്ചുമായി വന്നത്. NP പവിത്രൻ, ഉമ, മനോഹരൻ, ശങ്കരൻ, ജാനകി, പ്രേമ, ശീലത, ഹരീഷ് നാരമ്പാടി, ഗുരുപ്രസാദ്, പ്രഭു, സതീഷ് കടപ്പുറം, PR സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എക്സിബിഷൻ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പൊതുജന സമ്മേളനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ പറയുന്ന ആളുകൾക്കൊക്കെ തൊഴിൽ സ്ഥിരമായി ലഭിക്കുന്നുണ്ടോ എന്നതായിരുന്നു എൻ്റെ ഒരു സംശയം. എന്നാൽ ഏറെക്കുറെ തൊഴിലുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ തൊഴിൽ സ്ഥിരത എപ്പോഴും ഉണ്ടാകണമെന്നില്ല. എല്ലാ ഇടത്തും ചില പ്രതിസന്ധികൾ ഒന്നു ചേരാറുണ്ട് എന്നുള്ളതാണ്. ലോകവ്യാപകമായി നിലനിൽക്കുന്ന സാമ്പത്തിക മന്ദവും സാമ്പത്തിക പ്രതിസന്ധിയും വിവിധങ്ങളായ രാജ്യങ്ങളിലെ തൊഴിൽ മേഖലയെ ഏറെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. സാമ്പത്തിക മാന്ദ്യം പല രൂപത്തിലായിരിക്കും ചിലപ്പോൾ വിവിധ രാജ്യങ്ങളിലുണ്ടാകും. ജില്ലാ പ്രസിഡന്റ് തഫ്സീൽ ഇഫ്നാസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി വിനോദ് കിച്ചേരി സംസാരിച്ചു. സമ്മേളനത്തിന് ഭാഗമായി സംഘടിപ്പിച്ച എക്സിബിഷൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MM പ്രേംകുമാർ അധ്യക്ഷനായി. രഞ്ജിത്ത് വെങ്ങാട് സ്വാഗതം പറഞ്ഞു. KCCP ലിമിറ്റഡ് തുറന്നു പ്രവർത്തിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട്ട് RDO ഓഫീസിന് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. കാൽനൂറ്റാണ്ടുകാലം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ച KCCP ലിമിറ്റഡിന്റെ കരിന്തളം തലയെടുക്കം യൂണിറ്റാണ് അടച്ചിട്ടിരിക്കുന്നത്. ജനകീയ സമിതിയുടെ ചെറുത്തുനിൽപ്പ് കാരണം 2015 ഫെബ്രുവരി 9 മുതൽ കരിന്തളം തലയെടുക്കുന്ന യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല. 12,000 രൂപ ശമ്പളം ലഭിച്ചിരുന്ന 40ഓളം തൊഴിലാളികൾ പട്ടിണിയിലാണ്. ഈ സാഹചര്യത്തിലാണ് സംയുക്ത സമരസമിതി സമരം തുടങ്ങിയിരിക്കുന്നത്. INTUC, CITU, AITUC തുടങ്ങിയ യൂണിയനുകളും സമരരംഗത്താണ്. കാഞ്ഞങ്ങാട് RDO ഓഫീസിൽ നിന്ന് ആരംഭിച്ച സത്യാഗ്രഹ സമരം CITU നേതാവ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷക്കാലത്തിലേറെയായി ഈ തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യത ഇത്തരം സമരങ്ങളിൽ പങ്കെടുത്തവരായ ആളുകൾക്കുണ്ട്, ഇതിന് നേതൃത്വം കൊടുത്തവരായിട്ടുള്ള ആളുകൾക്കുണ്ട്. ആ ബാധ്യതകൾ അവർ നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി. ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആവിർഭാവം നമുക്കറിയാം. KCCPയുടെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനം കരിന്തളത്തെ ഒഴികെയുള്ള മറ്റെല്ലാ സ്ഥാപനങ്ങളും വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി നടത്തിയിട്ടുള്ള സ്ഥാപനമായിരുന്നു. INTUC ജില്ലാ സെക്രട്ടറി TV കുഞ്ഞിരാമൻ, DV അമ്പാടി, CV അപ്പുട്ടി, M അമ്പുഞ്ഞി, M രാമൻ, KB അമ്പുഞ്ഞി, M മാധവൻ, P കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടമത്ത് എഗ്മൻസ് ക്ലബ്ബ് സുവർണ ജൂബിലിയുടെ നിറവിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രോ കബഡി മത്സരങ്ങൾക്ക് ആവേശ തുടക്കം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കുട്ടമത്ത് കയ്യൂർ ജംഗ്ഷനിൽ തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് 2 ദിവസങ്ങളിലായി മത്സരങ്ങൾ നടക്കുന്നത്. മത്സരങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M അച്യുതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. V ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CI U പ്രേമൻ മുഖ്യാതിഥിയായിരുന്നു. K സത്യഭാമ, G ജയപ്രകാശ് സംസാരിച്ചു. ഒന്നാം സ്ഥാനക്കാർക്ക് 25,050 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 20,050 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 7,050 രൂപയും സമ്മാനമായി ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപാരി ഹർത്താൽ പൂർണ്ണം, കടകൾ അടഞ്ഞുകിടന്നു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ മീൻ ഷെഡുകൾ കത്തിനശിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങി. 5 വർഷം കൊണ്ട് കേരളം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടിയതായി മന്ത്രി KC ജോസഫ്. ഇനിയും വളർച്ച കൈവരിക്കുമെന്ന് മന്ത്രി. സഹകരണ രംഗത്തെ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കാൻ ജീവനക്കാർ രംഗത്തിറങ്ങണമെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി.
സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ കൈകോർക്കണമെന്നും പാച്ചേനി. മാനേജ്മെന്റ് പീഡനത്തിനെതിരെ പരാതിയുമായി അൺഎയ്ഡഡ് അധ്യാപികമാർ വനിതാ കമ്മീഷന് മുന്നിൽ. അദാലത്തിൽ 23 കേസുകൾ തീർപ്പായി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasergodchannel.com. നമസ്കാരം.